പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്കൂൾ സമയവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പല ആളുകളും ചാനലുകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് സംസാരിക്കുന്നത് കണ്ടാൽ തോന്നിപ്പോകും, ഇവിടുത്തെ മുസ്ലിം സമൂഹം അതുപോലെ തന്നെ മദ്രസ വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങളെല്ലാം ഈ പൊതുവിദ്യാഭ്യാസത്തിനും പൊതുവിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾക്കും എതിരാണ് എന്ന്. ഇന്ന് എനിക്ക് അത് സംബന്ധമായിട്ട് ചിലത് സംസാരിക്കാനുണ്ട്. ഒരു പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും പൊതുവെ നാടിൻ്റെയും സമൂഹത്തിൻ്റെയും പരിഷ്കരണത്തിനും ഉന്നമനത്തിനും ഉയർച്ചയ്ക്കും ഏറ്റവും ശക്തമായ ഒന്ന് തന്നെയാണ് എന്നുള്ളതിൽ അഭിപ്രായം ഒന്നുമില്ല. ഒരു സമുദായത്തെ അതല്ലെങ്കിൽ ഒരു സമൂഹത്തെ, ഒരു നാടിനെ, രാജ്യത്തെ എല്ലാം മാറ്റിമറിക്കുന്നത് വിദ്യാഭ്യാസമാണ് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാം. എന്നാൽ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതും ഓരോ മതവിഭാഗത്തിൻ്റെയും മതവിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസ പരിഷ്കരണങ്ങളും ഈ രാജ്യം ഓരോ വിശ്വാസിക്കും അനുവദിച്ചു കൊടുക്കുന്ന അവകാശമാണ്. അത് അവൻ്റെ ആവശ്യവും ആണ് എന്നുള്ളതും ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ മറ്റൊരു സംസാരം ഈ പൊതുവിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും അതുപോലെ അതിൻ്റെ പരിഷ്കരണ പ്രക്രിയകളിലും മതവും മതമേലധ്യക്ഷന്മാരും ഇടപെടരുത് എന്നുള്ളതാണ്. 100 വട്ടം ശരിയാണ്. എന്നാൽ അതോടൊപ്പം ഒരുപാട് കാലങ്ങളായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടും ഒരുപാട് പ്രയത്നിച്ചും ഇവിടെ ഒരു പ്രത്യേക സമുദായം ഉണ്ടാക്കിയെടുത്ത മതവിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും മുകളിലൂടെ ഈ പൊതുവിദ്യാഭ്യാസം അങ്ങ് കടന്നു പോകുമ്പോൾ അത് ശരിയാണോ? മതവും മതവിദ്യാഭ്യാസവും പൊതുവിദ്യാഭ്യാസത്തിൻ്റെ മേൽ കൈകടത്താൻ പാടില്ല, 100 വട്ടം ശരി. എന്നാൽ അതോടൊപ്പം പൊതുവിദ്യാഭ്യാസം മതവിശ്വാസികളുടെ വിശ്വാസത്തിന്മേലോ അതുപോലെ തന്നെ മതവിദ്യാഭ്യാസത്തിന്മേലോ കൈകടത്താൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം കൂടി എനിക്കുണ്ട്. പിന്നെ മറ്റൊന്ന്, ഓരോ മതവിശ്വാസികളും ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങളുമായിട്ട് വന്നാൽ ഇവിടെ എങ്ങനെയാണ് പൊതുവിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു ചോദ്യം, അത് അവരുടെ പ്രശ്നമാണ്. എന്നാൽ ഇത് ഞങ്ങളുടെ പ്രശ്നമാണ്. കാലങ്ങളോളമായിട്ട് ഇവിടെ മറ്റ് ആർക്കുമില്ലാത്ത ഒരു പ്രത്യേക സംവിധാനവും ഒരു മതവിദ്യാഭ്യാസ സംവിധാനവും ഇവിടെ മുസ്ലിമീങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ മേൽ അതിനെ തകർക്കുന്ന അതല്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്ന് ഈ വിദ്യാഭ്യാസ പരിഷ്കരണത്തിൻ്റെ പേരിൽ വരുമ്പോൾ സ്വാഭാവികമല്ലേ ഇവിടെ മുസ്ലിം സമൂഹം പ്രതികരിക്കലും പ്രതിഷേധിക്കലും? എനിക്ക് കേരളത്തിലെ പൊതുസമൂഹത്തോട് അതേ പറയാനുള്ളൂ. അല്ലാതെ ഇവിടെ മുസ്ലിമീങ്ങളോ അതല്ലെങ്കിൽ മുസ്ലിം സമുദായമോ നേതാക്കന്മാരോ ഒന്നും ഇവിടെ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തെയോ അതല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ പരിഷ്കരണ പ്രവർത്തനങ്ങളെയോ എതിർക്കുകയോ അതിന് തടസ്സം നിൽക്കുകയോ ചെയ്യുന്നില്ല. മതേതരത്വവും മതസൗഹാർദ്ദവും പൂത്തുലയട്ടെ. നമ്മുടെ വിദ്യാഭ്യാസ പരിഷ്കൃത പ്രവർത്തനങ്ങളെല്ലാം ഈ മതസൗഹാർദ്ദവും മതേതരത്വവും കൂട്ടിപ്പിടിച്ചാവണം, അതിനെ പരിപോഷിപ്പിക്കുന്നതാവണം. ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ്റിനോടും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറിനോടും എനിക്ക് പറയാനുള്ളത്, താങ്കളുടെ ലക്ഷ്യം നല്ലത് തന്നെയാണ്. 100 വട്ടം ഞങ്ങളൊക്കെ അതിൻ്റെ കൂടെയാണ്. ഞാനും ഒരു മദ്രസാധ്യാപകനാണ്. ഞാനും ഇന്നത്തെ കാലത്ത് ഈ സംവിധാനത്തിലൂടെ ഈ സംസാരിക്കുന്നത് ഒരു മദ്രസയിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ സിസ്റ്റങ്ങളും ഞങ്ങളുടെ സ്ഥാപനങ്ങളും ഒരിക്കലും പുരോഗമന പ്രവർത്തനങ്ങൾക്കും നല്ല സംവിധാനങ്ങൾക്കും നമ്മുടെ മക്കളുടെ നല്ല ഉയർച്ചയ്ക്ക് ഹേതുകമാകുന്ന ഏത് മാറ്റങ്ങൾക്കും അന്യരല്ല, എതിരല്ല. എന്നാൽ ഇവിടെ ചെറിയൊരു ആശങ്കയുള്ളത്, ഈ സംവിധാനത്തിന് മങ്ങലേൽപ്പിക്കുന്ന ഒരു രൂപത്തിൽ വിദ്യാഭ്യാസ പരിഷ്കരണ പ്രക്രിയകളാകുമ്പോൾ ഒരാശങ്കയുണ്ടാവുമല്ലോ. അതാണ് അങ്ങയുടെ ശ്രദ്ധയിൽ പെടുത്തുന്നത്. അതുകൊണ്ട് മതേതരത്വവും മതസൗഹാർദ്ദവും ഊട്ടിയുറപ്പിച്ചിട്ടാവണം ഒരു വിദ്യാഭ്യാസ വകുപ്പും പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കൃത പ്രവർത്തനങ്ങൾ കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.